ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ഡ്രോണിൻ്റെ അസംബ്ലിംഗ് ആണ്. നമുക്കിതിൻ്റെ അസംബ്ലിംഗ് ചെയ്യാനായിട്ടുള്ള കിറ്റ് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ഡ്രോണിൻ്റെ അസംബ്ലിംഗ് കിറ്റ് വരുന്നത്. നമുക്കതിൻ്റെ കൂടെ തന്നെ ഒരു യൂസർ മാനുവലും കൂടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ഇതാണ് ഡ്രോണിൻ്റെ ബേസ് സെക്ഷൻ വരുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബാറ്ററിയും ഒപ്പം സർക്യൂട്ട് ബോർഡും ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബേസിൽ ബാറ്ററിയാണ് കണക്ട് ചെയ്യുക. ബാറ്ററിയുടെ 2 ടെർമിനൽ പുറത്തേക്ക് ആക്കിയിട്ട് വേണം നമുക്ക് കണക്ട് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഇതാണ് നമ്മുടെ സർക്യൂട്ട് ബോർഡ് വരുന്നത്. അത് ഫിക്സ് ചെയ്യാനായിട്ടുള്ള പോർട്ട് കാണാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സർക്യൂട്ട് ബോർഡ് അതിലിരുന്നോളും. ഇനി സർക്യൂട്ട് ബോർഡിൻ്റെ പുറത്ത് വൈറ്റ് കളറിൽ നമുക്ക് 5 പോർട്ട് കാണാനായിട്ട് പറ്റും. ബാറ്ററി കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ 4 ഹാൻഡിൽസിൽ നമ്മൾ വെക്കുന്ന മോട്ടറിനെ കണക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ആ 4 വൈറ്റ് പോർട്ട് കാണുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ 4 ഹാൻഡിൽസിൽ മോട്ടർ കണക്ട് ചെയ്യാം. മോട്ടറിനും 2 കണക്റ്റിംഗ് വയേഴ്സ് വരുന്നുണ്ട്. അത് താഴെ മോട്ടറിൻ്റെ കണക്റ്റിംഗ് വയേഴ്സ് താഴത്തോട്ട് പോകുന്ന രീതിയിലായിരിക്കണം നമ്മൾ മോട്ടർ ആ ഹാൻഡിലിൽ ഫിക്സ് ചെയ്യേണ്ടത്. ഇനി മോട്ടർ ഫിക്സ് ചെയ്യുമ്പോൾ അത് പെയറാണ് മോട്ടർ വരുന്നത്. അതായത് ഓപ്പോസിറ്റ് ഹാൻഡിൽസിൽ സെയിം പെയർ ഓഫ് മോട്ടറാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. അതായത് 2 ടൈപ്പാണ് റൊട്ടേഷൻ, ഒന്ന് ഫോർവേഡും ഒന്ന് ബാക്ക്വേർഡും. അപ്പോൾ ഓപ്പോസിറ്റ് ഹാൻഡിൽസിൽ ഫോർവേഡ് റൊട്ടേഷനിലുള്ള മോട്ടേഴ്സും അതേപോലെ തന്നെ ബാക്കി 2 ഹാൻഡിൽസിൽ ബാക്ക്വേർഡ് റൊട്ടേഷനിലുള്ള മോട്ടേഴ്സുമാണ് കണക്ട് ചെയ്യേണ്ടത്. അത് ഏതൊക്കെയാണ് പെയർ എന്നുള്ളത് നമ്മുടെ മാനുവൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. A15 A18 എന്ന് പറഞ്ഞ പേര് അതിന് കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ആദ്യം 2 വെച്ചു. ഇനി അടുത്ത പെയറിനെ നമ്മൾ വെക്കുകയാണ്. അപ്പോൾ ഈ 4 മോട്ടേഴ്സിൻ്റെ കണക്റ്റിംഗ് വയേഴ്സ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ആ സർക്യൂട്ട് ബോർഡിലായിരിക്കും. നമ്മൾ അധികം വയറൊന്നും പിടിച്ച് വലിക്കാൻ പാടില്ല. വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോരും. സർക്യൂട്ട് ബോർഡിലോട്ടുള്ള കണക്ട് ചെയ്യാനായിട്ടുള്ള ലെങ്ത്ത് ഓൾറെഡി ആ വയേഴ്സിന് ഉണ്ടായിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ വയേഴ്സ് കറസ്പോണ്ടിങ് പോർട്ടിലോട്ട് കണക്ട് ചെയ്യാം. 4 എഡ്ജിലുള്ളതാണ് മോട്ടറിൻ്റെ. അതിലൊരു സൈഡിൽ നമുക്ക് 2 പോർട്ട് കാണാൻ പറ്റും. അതിൽ സെക്കൻഡ് പോർട്ട് കുറച്ച് ലാർജറാണ്. അതിലാണ് നമ്മൾ ബാറ്ററിയുടെ വയേഴ്സ് കണക്ട് ചെയ്യുന്നത്. ബാക്കി എഡ്ജിലുള്ള 4 പോർട്ടിലാണ് നമ്മൾ മോട്ടറിൻ്റെ വയേഴ്സ് കണക്ട് ചെയ്യാം. ഇപ്പം നമ്മൾ മോട്ടറിൻ്റെ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിപ്പം ആ ബേസ് സെക്ഷനിലുള്ള ഇതാണ് നമ്മുടെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്, കൺട്രോൾ സെക്ഷൻ. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അപ്പർ ബോഡി കണക്ട് ചെയ്യാം. അപ്പോൾ മോട്ടറിൻ്റെ വയേഴ്സും മോട്ടറിൻ്റെ കണക്ഷൻസും ഒന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ വേണം നമുക്കിത് കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണക്ഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് നമുക്കവിടെ LED ബ്ലിങ്കിൻ്റെ ഒരു ബട്ടൺ കാണാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ LED ബ്ലിങ്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അതിൻ്റെ കണക്ഷൻസ് കറക്റ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ വെക്കുന്നത് പ്രൊപ്പല്ലറിൻ്റെ പ്രൊട്ടക്ഷൻ ആമാണ്. 4 സൈഡിലും നമ്മൾ ആ ആം കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ പ്രൊപ്പല്ലറിനെ കണക്ട് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ പ്രൊപ്പല്ലറിൻ്റെ കണക്ഷൻ കറക്റ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിത് കുറച്ച് നേരം, ഇപ്പോൾ നമ്മുടെ ഏകദേശം ഡ്രോണിൻ്റെ അസംബ്ലിങ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ചാർജ് ചെയ്യാനായിട്ട് ഇടണം. ഒരു 1 hour മിനിമം ചാർജ് ചെയ്യാനിടണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു USB കേബിളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലോ PC-യിൽ നിന്നൊക്കെ ഡ്രോൺ ചാർജ് ചെയ്യാനായിട്ട് ഇടാം. ചാർജിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളൊരു റിമോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റിമോട്ടിനെ നമ്മൾ ചാർജിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രോണുമായിട്ട് കോൺഫിഗർ ചെയ്യണം. ഇതാണ് നമ്മുടെ ഡ്രോണിൻ്റെ റിമോട്ട് വരുന്നത്. ഇനി ഇതെങ്ങനെയാണ് കോൺഫിഗർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റിമോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം, അതുമ്പോൾ നമുക്കൊരു പവർ ബട്ടൺ ഉണ്ടായിരിക്കും. അപ്പം ആദ്യം അത് പ്രസ് ചെയ്യാം. നമുക്കത് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട്, പവർ ഓണായി ഇൻഡിക്കേറ്റ് ചെയ്യാൻ റിമോട്ടുമേ ഒരു LED കാണാം. അതിനുശേഷം നെക്സ്റ്റ് നമുക്ക് ഡ്രോണിലും ഒരു സ്വിച്ച് ഉണ്ട്, അത് ഓൺ ചെയ്യാം. ഇനി കോൺഫിഗർ ചെയ്യാനായിട്ട് ആ ജോയ്സ്റ്റിക്ക് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യിപ്പിക്കാം. അപ്പോൾ കോൺഫിഗർ ആയി എന്നറിയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോണിൻ്റെ പവർ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അതിലെ LED നല്ല സ്പീഡിലായിരിക്കും ബ്ലിങ്ക് ചെയ്യുന്നുണ്ടാവുക. കോൺഫിഗർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്ലിങ്ക് ചെയ്യില്ല, പകരം ഇങ്ങനെ ഓണായി കണ്ടിന്യൂസ്ലി ഓണായി നിൽക്കും. നെക്സ്റ്റ് വരുന്നത് ഡ്രോണിനെ ലിഫ്റ്റ് ചെയ്യിക്കാനും ലാൻഡ് ചെയ്യിക്കാനുള്ള ബട്ടനാണ്. അപ്പം അത് പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോൺ മുകളിലോട്ട് റൈസ് ചെയ്യും. അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഓവറോൾ അസംബ്ലിങ് വരുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത്രയാണ് ഡ്രോണിൻ്റെ അസംബ്ലിങ്ങും വർക്കിങ്ങും വരുന്നത്. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.